+2 ഹിസ്റ്ററി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 4ാമത്തെ തീമാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. തിങ്കേഴ്സ്, ബിലീഫ്സ് ആൻഡ് ബിൽഡിങ്സ്. ചിന്തകൾ, വിശ്വാസങ്ങൾ, നിർമ്മാണങ്ങൾ. കൾച്ചറൽ ഡെവലപ്മെൻറ്റ് 600 BC to 600 CE. സാംസ്കാരിക വികാസങ്ങൾ 600 BC മുതൽ 600 CE വരെ. The period between 600 BC to 600 CE was the period of intellectual and cultural development of India. During this period, witnessed the emergence of new religious beliefs in India. 600 BC മുതൽ 600 CE വരെ ഇന്ത്യയിൽ സാംസ്കാരിക വികാസത്തിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു. പുതിയ ചിന്തകൾ ഈ കാലഘട്ടത്തിൽ ഉയർന്നു വന്നു. ഈ കാലഘട്ടത്തിൽ പുതിയ മതങ്ങൾ ഇന്ത്യയിലുണ്ടായി. ഫോർ എക്സാമ്പിൾ ബുദ്ധിസം ആൻഡ് ജൈനിസം. ബുദ്ധമതവും ജൈനമതവും ഒക്കെ ഈ 6ാം നൂറ്റാണ്ട് BC ഉയർന്നു വന്ന പുതിയ മതങ്ങളാണ്. The 6th century BC regarded as a turning point in the world history. During this period emerged a number of thinkers such as Zarathustra in Iran, Kongzi in China, Socrates, Plato, Aristotle in Greece, Mahavira, Gautama Buddha in India. 6ാം നൂറ്റാണ്ട് BC ലോകത്തിൻ്റെ പല ഭാഗത്തും പുതിയ ചിന്തകർ ഉണ്ടായിരുന്നു. ഇറാനിൽ സരതുഷ്ട്രറും, ചൈനയിൽ കോങ്സിയും, സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ ഗ്രീക്കിലും, ഇന്ത്യയിൽ മഹാവീരനും ഗൗതമ ബുദ്ധനും ആയിരുന്നു. ചുരുക്കി പറഞ്ഞാൽ 6ാം നൂറ്റാണ്ട് BC എന്ന് പറയുന്നത് ലോക ചരിത്രത്തിൽ തന്നെ ഒരു വഴിത്തിരിവ് ഉണ്ടാക്കിയ ചിന്തകർ ലോകത്തിൻ്റെ പല ഭാഗത്തും ഉണ്ടായിരുന്നു. They tried to understand the mysteries of existence and relationship between the humans and the cosmic order. അവർ അസ്തിത്വത്തിൻ്റെ നിഗൂഢത അറിയാനും പ്രപഞ്ചവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം കണ്ടെത്താനും ശ്രമിച്ചു. ദ സാക്രിഫിഷ്യൽ ട്രഡീഷൻ. യാഗ പാരമ്പര്യം. യാഗം എന്നാൽ എന്ത് എന്നൊക്കെ നിങ്ങൾക്ക് അറിയുമായിരിക്കും. The Rigveda was compiled between 1500 BC and 1000 BC. The Rigveda is collection of hymns. These hymns are in praise of variety of deities, especially Agni, Indra and Soma. ഋഗ്വേദം രചിച്ചത് 1500 BC-ക്കും 1000 BC-ക്കും ഇടയിലാണ്. ഋഗ്വേദം എന്ന് പറയുന്നത് സൂക്തങ്ങളുടെ ഒരു കൂട്ടമാണ്. ഈ സൂക്തങ്ങൾ പ്രാർത്ഥനകളായിരുന്നു. അഗ്നി, ഇന്ദ്ര, സോമൻ എന്ന് പറയുന്ന ദേവതകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളായിരുന്നു. These hymns were chanted when the sacrifices were performed. People were prayed for cattle, sons, good health, long life and other things. യാഗങ്ങൾ നടത്തുമ്പോൾ ഈ മന്ത്രങ്ങൾ ഉരുവിടുമായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് അവർ ഈ മന്ത്രങ്ങൾ ഉരുവിട്ടത്, യാഗം നടത്തിയത് എന്ന് നോക്കാം. വളർത്തു മൃഗങ്ങൾക്ക് വേണ്ടിയിട്ട്, ആൺമക്കൾക്ക് വേണ്ടിയിട്ട്, നല്ല ആരോഗ്യത്തിന് വേണ്ടിയിട്ട്, ദീർഘ ആയുസ്സിന് വേണ്ടിയിട്ട്, ഇതിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു അന്ന് ഈ പ്രാർത്ഥനകൾ ഉപയോഗിച്ചിരുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ടു സാക്രിഫൈസസ് വേർ രാജസൂയ ആൻഡ് അശ്വമേധ. 2 പ്രധാനപ്പെട്ട യാഗങ്ങളായിരുന്നു രാജസൂയവും അശ്വമേധവും. ഇറ്റ് വാസ് പെർഫോംഡ് ബൈ ചീഫ്സ് ആൻഡ് കിങ്സ്. ദീസ് റിച്വൽസ് ആൻഡ് സാക്രിഫൈസസ് വെയർ കണ്ടക്റ്റഡ് ബൈ ബ്രാഹ്മൺ പ്രീസ്റ്റ്. ഈ യാഗങ്ങളൊക്കെ നടത്തിയിരുന്നത് രാജാക്കന്മാരും അതുപോലെ തന്നെ പ്രഭുക്കന്മാരുമായിരുന്നു. പക്ഷെ ഈ യാഗം നടത്തുന്നത് ബ്രാഹ്മണരായ പ്രീസ്റ്റുമാരായിരുന്നു. ബ്രാഹ്മണരായ പ്രീസ്റ്റുമാർ, ബ്രാഹ്മണരായ പുരോഹിതന്മാരായിരുന്നു ഈ യാഗങ്ങളൊക്കെ നടത്തിയിരുന്നത്. ന്യൂ ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഋഗ്വേദ കാലത്തെ
യാഗങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഈ യാഗങ്ങളെ ഒക്കെ ഇങ്ങനെ നടത്തുമ്പോൾ സ്വാഭാവികമായി ജനങ്ങളിൽ നിന്ന് ഒരുപാട് കന്നുകാലികളൊക്കെ ഇതിനു വേണ്ടി ഉപയോഗിച്ചു, അല്ലെങ്കിൽ സമ്പത്ത് ഒരുപാട് ഇതിനു വേണ്ടി വിനിയോഗിച്ചു. കർഷകർ സ്വാഭാവികമായും ഈ യാഗത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടി തുടങ്ങി എന്ന് നമ്മൾ മനസ്സിലാക്കണം. ന്യൂ ക്വസ്റ്റ്യൻസ്, പുതിയ ചോദ്യങ്ങൾ ജനങ്ങൾ ഉയർത്താൻ വേണ്ടി തുടങ്ങി. പീപ്പിൾസ് വെയർ ഓൾസോ റേസ്ഡ് ന്യൂ ക്വസ്റ്റ്യൻസ്. These were discussed in the Upanishad. Meaning of life, possibility of life after death, rebirth, etc. These were the main questions. ജനങ്ങൾ അന്ന് ഉയർത്തിയ ചോദ്യങ്ങൾ ഉപനിഷത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ജീവിതത്തിൻ്റെ അർത്ഥം, മീനിങ് ഓഫ് ലൈഫ്, പോസിബിലിറ്റി ഓഫ് ലൈഫ് ആഫ്റ്റർ ഡെത്ത്, മരണാനന്തര ജീവിതമുണ്ടോ, അതുപോലെ തന്നെ പുനർജന്മമുണ്ടോ, ഇതൊക്കെ അന്നത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായിരുന്നു. ദേ ഓൾസോ ക്വസ്റ്റ്യൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദി സാക്രിഫിഷ്യൽ ട്രഡീഷൻ. യാഗ പാരമ്പര്യത്തെ തന്നെ അവർ ചോദ്യം ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഈ യാഗങ്ങൾ നടത്തുന്നത് ശരിയാണോ എന്നൊക്കെ ചോദ്യം ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഡിബേറ്റ് ആൻഡ് ഡിസ്കഷൻസ്. ദിസ് പീരീഡ് witnessed the rise of 64 sects or school of thoughts. Many teachers traveled from place to place and held discussions. This period witnessed the rise of 64 sects or school of thoughts. Many teachers traveled from place to place and held discussions. They also conducted debates. These debates took place in the Kutagarasala. Kutagarasala means a hut with a pointed roof. Many of these teachers, including Mahavira and the Buddha, questioned the authority of the Veda. ഈ കാലഘട്ടത്തിൽ 64 പുതിയ ചിന്തകൾ ഇന്ത്യയിൽ ഉയർന്നു വന്നു. 64 പുതിയ ചിന്തകൾ ഇന്ത്യയിൽ ഉയർന്നു വന്നു. പല ആചാര്യന്മാരും ഇന്ത്യയിൽ ഒട്ടാകെ സഞ്ചരിക്കുകയും സംവാദങ്ങളും ചർച്ചകളും നടത്തുകയും ചെയ്തു. ഈ സംവാദങ്ങളും ചർച്ചകളും നടത്തുന്ന കുടിലിനെ വിളിച്ചിരുന്നത്, ഒരു കുടിലിൽ വെച്ചായിരുന്നു സംവാദങ്ങളും ചർച്ചകളും നടത്തിയിരുന്നത്. ഈ കുടിലിനെ വിളിച്ചിരുന്നത് കുടകരശാല എന്നായിരുന്നു. കൂർത്ത മേൽക്കുരയുള്ള ഒരു കുടിലായിരുന്നു ഇത്. മഹാവീരനും ശ്രീബുദ്ധനൊക്കെ ഈ കാലഘട്ടത്തിൽ വേദങ്ങളുടെ ആധികാരികത തന്നെ ചോദ്യം ചെയ്തു. Brahminical tradition believed that the individual existence was determined by his her birth. Mahavira and Buddha emphasized individual agency, suggesting that men and women could attain salvation. ബ്രാഹ്മണ പാരമ്പര്യം അനുസരിച്ച് ഒരു വ്യക്തിയുടെ അസ്തിത്വം നിലനിന്നിരുന്നത് അവൻ്റെ ജനനത്തിലായിരുന്നു. അവർ താഴ്ന്ന വിഭാഗത്തിൽ ജനിച്ചവനാണോ, അതോ ചാതുർവർണ്ണത്തിൽ ഉയർന്ന വിഭാഗത്തിൽ ജനിച്ചവനാണോ, അതോ സ്ത്രീയാണോ പുരുഷനാണോ എന്നൊക്കെ ജനനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അവൻ്റെ അസ്തിത്വം നിർണയിച്ചിരുന്നത്. എന്നാൽ ശ്രീബുദ്ധനും മഹാവീരനും ഒരു വ്യക്തിയുടെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ വ്യക്തിയെ നിർണയിച്ചിരിക്കുന്നത്. അതായത് സ്ത്രീക്കും പുരുഷനും സ്വയം മോക്ഷം നേടാൻ സാധിക്കുമെന്ന് മഹാവീരനും ശ്രീബുദ്ധനും വിശ്വസിച്ചിരുന്നു. ദ മെസ്സേജ് ഓഫ് മഹാവീര, മഹാവീരന്റെ സന്ദേശം. The Jains believed that their most important teacher Mahavira had 23 predecessors who were called Tirthankaras. Tirthankara means those who guide men and women across the river of existence. Vardhamana Mahavira is considered 24th Tirthankara. ജൈനമതം വിശ്വസിക്കുന്നത് വർദ്ധമാന മഹാവീരന് മുമ്പേ തന്നെ 23 ആചാര്യന്മാർ അവരുടെ മതത്തിന് ഉണ്ട് എന്നുള്ളതാണ്. വർദ്ധമാന മഹാവീരനാണ് 24ാമത്തെ ആചാര്യൻ. ആചാര്യന്മാരെ വിളിക്കുന്നത് തീർത്ഥങ്കരന്മാർ എന്നാണ്. തീർത്ഥങ്കരൻ എന്ന് പറഞ്ഞാൽ ജീവിത നദി കടക്കാൻ സഹായിക്കുന്ന ആചാര്യന്മാരെയാണ് തീർത്ഥങ്കരന്മാർ എന്ന് വിളിക്കുന്നത്.
24th തീർത്ഥങ്കരനാണ് വർദ്ധമാന മഹാവീരൻ. 24th തീർത്ഥങ്കരനാണ് വർദ്ധമാന മഹാവീരൻ. ടീച്ചിങ് ഓഫ് ജൈനിസം. ജൈനമതത്തിൻ്റെ തത്വങ്ങൾ എന്താണ് പരിശോധിക്കാം. The entire world is animated. Stones, rocks, water have life and soul. The central philosophy of Jainism is ahimsa or non-violence, non-injury to living beings. Highest goal of human life is the attainment of nirvana or moksha. Nirvana is freedom from the cycle of birth and rebirth. Karma is the cause of birth and rebirth. Nirvana can be attained by making karma pure. It can be attained through three ratnas. These are right knowledge, right faith, right action. ജൈനമതം വിശ്വസിക്കുന്നത് എല്ലാ വസ്തുവിനും, പാറകൾക്കും ജലത്തിനും ഒക്കെ ജീവനുണ്ട്, ആത്മാവുണ്ട് എന്നാണ്. അവരുടെ തത്വത്തിൻ്റെ സെൻട്രൽ ഫിലോസഫി, അടിസ്ഥാനം എന്ന് പറയുന്നത് അഹിംസയായിരുന്നു, നോൺ വയലൻസ് ആയിരുന്നു. ഒരു ജീവിയെയും ഉപദ്രവിക്കാതിരിക്കുക. മനുഷ്യൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്, ഹൈയസ്റ്റ് ഗോൾ എന്ന് പറയുന്നത് നിർവ്വാണമാണ്, അതായത് മോക്ഷമാണ്, സാൽവേഷനാണ്. നിർവ്വാണം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനനത്തിൽ നിന്നും പുനർജന്മത്തിൽ നിന്നുള്ള മോചനമാണ്. ജനനത്തിൽ നിന്നും പുനർജന്മത്തിൽ നിന്നുള്ള മോചനത്തെയാണ് നിർവ്വാണം എന്ന് പറയുന്നത്. അപ്പം നിർവ്വാണം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് ജനിക്കുകയോ പുനർജനിക്കുകയോ ചെയ്യില്ല. ഇങ്ങനെ നിർവ്വാണം പ്രാപിക്കണമെങ്കിൽ അവൻ്റെ കർമ്മം നല്ലതായിരിക്കണം. കർമ്മ ഇസ് ദ കോസ് ഓഫ് ബർത്ത് ആൻഡ് റീബർത്ത്. കർമ്മമാണ് ഇതിനൊക്കെ കാരണം. അപ്പോൾ കർമ്മം ശരിയാക്കണം, നല്ലതാക്കണം. നിർവ്വാണ ക്യാൻ ബി അറ്റൈൻ ബൈ മേക്കിംഗ് കർമ്മ പ്യുവർ. അപ്പം കർമ്മം നല്ലതാക്കി കഴിഞ്ഞാൽ നിർവ്വാണം പ്രാപിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഓരോ മനുഷ്യനും നിർവ്വാണം പ്രാപിക്കാനാണ് ശ്രമിക്കേണ്ടത്. എങ്ങനെയാണ് കർമ്മം ശരിയാക്കുക, കർമ്മം നല്ലതാക്കുക? കർമ്മം നല്ലതാക്കുന്നത് ത്രിരത്നങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടാണ്. റൈറ്റ് നോളജ്, റൈറ്റ് ഫെയ്ത്ത്, റൈറ്റ് ആക്ഷൻ. ശരിയായ അറിവ്, ശരിയായ വിശ്വാസം, ശരിയായ പ്രവൃത്തിയിൽ കൂടെ ഒരാളുടെ കർമ്മം പ്യുവറാക്കാൻ പറ്റും, കർമ്മം ശരിയാക്കാൻ നല്ലതാക്കാൻ പറ്റും. അങ്ങനെ അവൻ മോക്ഷം നേടാൻ വേണ്ടി സാധിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. ജൈന മങ്സ് ആൻഡ് നൺ took 5 vows to abstain from killing, to abstain from stealing, to abstain from lying, to abstain from possessing property, to observe celibacy. 5 പ്രതിജ്ഞകൾ ജൈന സന്യാസിമാരും സന്യാസിനികളും എടുക്കണമായിരുന്നു. 5 പ്രതിജ്ഞകൾ അവർ ചെയ്യണമായിരുന്നു. 1, ഹിംസിക്കരുത്. 2, ടു അബ്സ്റ്റെയിൻ ഫ്രം സ്റ്റീലിംഗ്, മോഷ്ടിക്കരുത്. 3, നുണ പറയരുത്. 4, സ്വത്ത് കൈവശം വെക്കരുത്. 5, ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം. ഇതായിരുന്നു ജൈനമതത്തിലെ സന്യാസികളും സന്യാസിനികളും എടുക്കേണ്ട 5 പ്രതിജ്ഞകൾ. ഇനി നമുക്ക് ബുദ്ധമതത്തെ കുറിച്ച് പരിശോധിക്കാം. ദ ബുദ്ധ ആൻഡ് ദി ക്വസ്റ്റ് ഫോർ എൻലൈറ്റൻമെൻറ്റ്. ശ്രീബുദ്ധനും ജ്ഞാനോദയത്തിന് വേണ്ടിയുള്ള അന്വേഷണം. ശ്രീബുദ്ധൻ്റെ ജ്ഞാനോദയത്തിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം. ബുദ്ധ വാസ് ദി വൺ ഓഫ് ദി മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ടീച്ചേഴ്സ് ഓഫ് ദാറ്റ് പീരിയഡ്. The teaching of Buddha reconstructed by the historians by using Buddhist texts, hagiographies. ബുദ്ധൻ എന്ന് പറയുന്ന സിദ്ധാർത്ഥൻ, നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്തെ പേര് സിദ്ധാർത്ഥൻ എന്നായിരുന്നു. സിദ്ധാർത്ഥൻ ആ കാലഘട്ടത്തിൽ ഏറ്റവും സ്വാധീനമുള്ള ആചാര്യന്മാരിൽ ഒരാളായിരുന്നു. ഈ ബുദ്ധൻ്റെ തത്വങ്ങൾ ഇന്ന് ചരിത്രകാരന്മാർ ക്രോഡീകരിക്കുന്നത്, ബുദ്ധൻ്റെ തത്വങ്ങൾ ഇന്ന് ചരിത്രകാരന്മാർ രചിക്കുന്നത് ബുദ്ധമത ഗ്രന്ഥങ്ങൾ ഉപയോഗിച്ചാണ്. അതുപോലെ തന്നെ ഹേഗിയോഗ്രാഫി. ഹേഗിയോഗ്രാഫി എന്ന് പറഞ്ഞാൽ ബയോഗ്രഫി ഓഫ് സെയിൻറ്റ് ഓർ റിലീജിയസ് ലീഡർ. മത നേതാക്കന്മാരുടെ
ചരിത്രമാണ് ഹേഗിയോഗ്രാഫി. അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇന്ന് ബുദ്ധമത തത്വങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഹി വാസ് ബോൺ ഇൻ 563 BC അറ്റ് ലുംബിനി നിയർ കപിലവസ്തു. ഹി ബിലോങ്ഡ് ടു സാക്യ ക്ലാൻ. ശ്രീബുദ്ധൻ ജനിച്ചത് 563 ലുംബിനിയിലായിരുന്നു. കപിലവസ്തുവിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ് ലുംബിനി. ഇന്ന് കപിലവസ്തു നേപ്പാളിലാണ്. അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു സന്യാസിയാവാൻ സാധ്യതയുണ്ട് എന്ന് കരുതിയ ഒരു വ്യക്തിയാണ്. അപ്പോൾ സ്വാഭാവികമായി അദ്ദേഹത്തിൻ്റെ പിതാവിന് വളരെയധികം വിഷമമായിരുന്നു. എങ്ങനെയെങ്കിലും മകനെ ഈ സന്യാസത്തിൽ നിന്ന് പിന്തിരിപ്പിക്കണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. നമുക്ക് ഇദ്ദേഹത്തെക്കുറിച്ചൊക്കെ അറിയാൻ പറ്റുന്നത് അശ്വഘോഷൻ്റെ ബുദ്ധചരിതം എന്നുള്ള പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം. പക്ഷേ ശ്രീബുദ്ധനെ ഇതിന്നൊന്നും പിന്തിരിപ്പിക്കാൻ വേണ്ടി സാധിച്ചില്ല. അദ്ദേഹം ഒരു നാൾ കൊട്ടാരം വിട്ട് ഇറങ്ങുക തന്നെ ചെയ്തു. എന്താണ് ഈ കൊട്ടാരം വിട്ട് അദ്ദേഹം ഇറങ്ങാനുള്ള കാരണമെന്നും നോക്കാം. ഫോർ ഗ്രേറ്റ് സൈറ്റ്സ്, 4 വലിയ കാഴ്ചകൾ അദ്ദേഹം കണ്ടു. അതോടുകൂടി അദ്ദേഹം കൊട്ടാരം വിട്ട് ഇറങ്ങിയാണ്. ഏതാണ് ആ 4 വലിയ കാഴ്ചകൾ എന്ന് നോക്കാം. ഫോർ ഗ്രേറ്റ് സൈറ്റ്സ് മേഡ് ഡീപ്പ് ഇമ്പാക്റ്റ് ഓൺ ഹിസ് മൈൻഡ്. ഈ 4 വലിയ കാഴ്ചകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ വല്ലാണ്ട് സ്വാധീനിച്ചു. An old man, sick man, a corpse, a homeless mendicant. 4 കാഴ്ചകളിൽ 1 ഒരു വൃദ്ധൻ, 2 ഒരു രോഗി, 3 ഒരു മൃതശരീരം, 4 ഒരു സന്യാസി. സിദ്ധാർത്ഥ noted that the ascetic appeared in peace and calm. Siddhartha noticed that the ascetic appeared in peace and calm. സിദ്ധാർത്ഥൻ നോക്കുമ്പോൾ സന്യാസി മാത്രം വളരെ ശാന്തനാണ്, അതുപോലെ തന്നെ സമാധാനത്തോടെ ജീവിക്കുന്നത്. ബാക്കിയൊക്കെ ദുഃഖമാണ്. പക്ഷേ ഈ സന്യാസിയുടെ മുഖത്ത് മാത്രം ശാന്തിയും സമാധാനവും അദ്ദേഹത്തിന് കാണാൻ വേണ്ടി സാധിച്ചു. Soon he left the palace in search of the supreme truth. This event known as മഹാപരിത്യാഗ. അദ്ദേഹം ഈ 4 പ്രധാനപ്പെട്ട കാഴ്ചകൾ കണ്ടതോടുകൂടി അദ്ദേഹം കൊട്ടാരം വിട്ടു. 4 വലിയ കാഴ്ചകൾ കണ്ടതോട് അദ്ദേഹം കൊട്ടാരം വിട്ടു. കാരണം അദ്ദേഹം ഈ 4 കാഴ്ചയിൽ സന്യാസിയുടെ മുഖത്ത് മാത്രമേ ശാന്തിയും സമാധാനവും ഒക്കെ കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളൂ. നമുക്കറിയാം ഈ ഹോംലെസ് മെൻഡിക്കൻ്റ് ആണ്, ഒരു സന്യാസിയാണ്, എല്ലാം ജീവിതത്തിൽ ഉപേക്ഷിച്ച വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് വളരെയധികം സന്തോഷം കണ്ടു. ബാക്കിയൊക്കെ ദുഃഖമാണ് അദ്ദേഹം കാണുന്നത്. അദ്ദേഹം കൊട്ടാരം വിട്ട് ഇറങ്ങിപ്പോയി. മഹാപരിത്യാഗം എന്നാണ് അറിയുന്നത്. ഫൈനലി ഹി അറ്റൈൻ എൻലൈറ്റ്മെൻറ്റ്. അദ്ദേഹം ബോധോദയം ലഭിച്ചു. 6 വർഷം അദ്ദേഹം അലഞ്ഞു തിരിഞ്ഞ് നടന്നു. 29 വയസ്സിലാണ് കൊട്ടാരം വിട്ടുപോയത്. 6 വർഷം അദ്ദേഹം അലഞ്ഞു തിരിഞ്ഞ് നടന്നു. ഫൈനലി അറ്റൈൻ എൻലൈറ്റൻമെൻറ്റ്. ആഫ്റ്റർ ഹി കെയിം ടു ബി നോൺ ആസ് ബുദ്ധ ഓർ ദി എൻലൈറ്റൻ വൺ. അതിനുശേഷം അദ്ദേഹം അറിയപ്പെടുന്നത് ബുദ്ധൻ എന്നാണ്. ബോധോദയം ലഭിച്ചവൻ എന്ന അർത്ഥത്തിലാണ് ബുദ്ധൻ എന്നാണ് അറിയപ്പെടുന്നത്. ബുദ്ധ പ്രീച്ച്ഡ് ഹിസ് ഫസ്റ്റ് സെർമൺ അറ്റ് ഡിയർ പാർക്ക് ഇൻ സാരാനാഥ്. സാരാനാഥിലാണ് അദ്ദേഹം ആദ്യമായിട്ട് പ്രബോധനം അല്ലെങ്കിൽ ആദ്യമായി പ്രസംഗിച്ചത്. ഹി പാസ്ഡ് അവേ അറ്റ് ദി ഏജ് ഓഫ് 80 അറ്റ് കുശിനഗർ. കുശിനഗരത്തിൽ വെച്ച് 80ാമത്തെ വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. ടീച്ചിങ് ഓഫ് ബുദ്ധ. ബുദ്ധൻ്റെ ആശയങ്ങൾ, ബുദ്ധൻ്റെ തത്വങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ബുദ്ധൻ്റെ തത്വങ്ങൾ ഇന്ന് നമുക്ക് ലഭിക്കുന്നത് സുത്തപീഠക എന്ന് പറയുന്ന ബുദ്ധമത ഗ്രന്ഥത്തിൽ നിന്നാണ്. ഒരുപാട് കഥകളാണ് അതിൻ്റെ അകത്തുള്ളത്. ആ കഥകളിൽ നിന്നാണ് ബുദ്ധൻ്റെ തത്വങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ദ വേൾഡ് ഈസ് ട്രാൻസിയൻറ്റ് ആൻഡ് കോൺസ്റ്റൻ്റ്ലി ചേഞ്ച്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ദ വേൾഡ് ഈസ് ട്രാൻസിയൻറ്റ് ആൻഡ് കോൺസ്റ്റൻ്റ്ലി ചേഞ്ച്. ഇറ്റ് ഈസ് ഓൾസോ സോൾലെസ്. There is nothing permanent or eternal in it. ലോകം എന്ന് പറയുന്നത് അനിത്യമാണ്, ശാശ്വതമായിട്ടുള്ളതല്ല. ആൻഡ് കോൺസ്റ്റൻ്റ്ലി ചേഞ്ച്, നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു. ലോകം നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു. ഇറ്റ് ഈസ് ഓൾസോ സോൾലെസ്.
ആത്മാവില്ലാത്തതാണ്. ദർ ഈസ് നത്തിങ് പെർമനന്റ് ഓർ എറ്റേണൽ ഇൻ ഇറ്റ്. ഈ ലോകത്ത് ഒന്നും ശാശ്വതമല്ല, ഒന്നും അനശ്വരവുമല്ല. ഇതാണ് ബുദ്ധൻ മുന്നോട്ട് വെക്കുന്ന, ശ്രീബുദ്ധൻ മുന്നോട്ട് വെക്കുന്ന ആശയം. ശ്രീബുദ്ധൻ ജനങ്ങളോട് സംസാരിച്ചിരുന്നത് സാധാരണക്കാരുടെ ഭാഷയിലാണ്. യുക്തിപരമായിട്ടാണ് പലപ്പോഴും അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്. അദ്ദേഹം സംസാരിക്കുന്ന പല കാര്യത്തിലും നല്ല ഒരു യുക്തിയുടെ അടിസ്ഥാനത്തിലായിരിക്കും. ഒരു ചെറിയ കഥ ഞാൻ പറയാം. ശ്രീബുദ്ധൻ വളരെ പ്രശസ്തനായപ്പോൾ അദ്ദേഹത്തെ കാണാൻ ആൾക്കാരിങ്ങനെ വരും. അദ്ദേഹം വളരെ അട്രാക്ഷനുള്ള ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ ഒരു നാൾ ഒരു മകൻ മരിച്ചുപോയ ഒരമ്മ വളരെ ദുഃഖത്തോടു കൂടി ശ്രീബുദ്ധൻ്റെ അടുത്ത് വന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അങ്ങ് മഹാനല്ലേ, അങ്ങേക്ക് എൻ്റെ മകനെ ഒന്ന് ജീവിപ്പിച്ച് തന്നുകൂടെ? ശ്രീബുദ്ധനാണ് ചോദിക്കുന്നത്. ഒരു മകൻ നഷ്ടപ്പെട്ട അമ്മ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എൻ്റെ മകനെ ഒന്ന് ജീവിപ്പിച്ച് തന്നുകൂടെ? ശ്രീബുദ്ധൻ ഒന്ന് ആലോചിച്ചു. എന്നിട്ട് ആ സ്ത്രീയോട് പറഞ്ഞു, സ്ത്രീ വളരെയധികം ദുഃഖമാണ്, ആ ദുഃഖമൊന്ന് കുറച്ച് കൊടുക്കണം, ആ ദുഃഖം കുറക്കാൻ മാത്രമേ സാധിക്കൂ. ആ അമ്മയോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ മകനെ ജീവിപ്പിച്ച് തരാം, പക്ഷേ മരണം നടക്കാത്ത ഒരു കുടുംബത്തിൽ നിന്ന് ദാനം സ്വീകരിച്ച് വരണം, അല്ലെങ്കിൽ മരണം നടക്കാത്ത ഒരു കുടുംബത്തിൽ നിന്ന് ഭിക്ഷ വാങ്ങി വരണം. അമ്മക്ക് വളരെ സന്തോഷമായി. ഒരു പാത്രവും എടുത്ത് അമ്മ ഓരോ വീട്ടിലേക്കും കയറി ചെന്നു. നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും മരിക്കാത്തവരുണ്ടെങ്കിൽ ഭിക്ഷ എനിക്ക് തരണം എന്ന് പറഞ്ഞു. എത്രയോ വീടുകൾ കയറി ഇറങ്ങിയിട്ടും മരണം നടക്കാത്ത ഒരു കുടുംബവും അവർക്ക് കണ്ടെത്താൻ വേണ്ടി സാധിച്ചില്ല. അപ്പോൾ ആ സ്ത്രീ മനസ്സിലാക്കിയാണ് മരണം എന്നുള്ളത് ഒരു സത്യമാണ്. അവർ തിരിച്ചു വരുന്നു, ശ്രീബുദ്ധൻ്റെ അടുത്തേക്ക് തിരിച്ചു വരുന്നു. ആ സ്ത്രീ തിരിച്ചു വരുമ്പോൾ ആ സ്ത്രീക്ക് ബോധ്യപ്പെടുന്നു മരണത്തെ ഒഴിവാക്കാൻ സാധിക്കില്ല എന്നുള്ളത്. ഈ തരത്തിലുള്ള ഒരു ബോധനമായിരുന്നു ശ്രീബുദ്ധൻ സ്വീകരിച്ചിരുന്നത്. Buddhism did not give any importance to God. Buddha regarded the social world as the creation of human rather than of divine origin. ശ്രീബുദ്ധൻ ദൈവത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നില്ല. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ നിരന്തരം ചോദിക്കും, അങ്ങ് ദൈവത്തെ കണ്ടിട്ടുണ്ടോ, അങ്ങ് ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ശ്രീബുദ്ധൻ ദൈവത്തെ കണ്ടിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരം പറയാറില്ല, മറുപടി പറയാറില്ല. അങ്ങനെ നിരന്തരം ചോദിച്ചപ്പോൾ ഒരു പ്രാവശ്യം ശ്രീബുദ്ധൻ പറഞ്ഞു, നിങ്ങൾക്ക് ഈ ലോകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് മറ്റുള്ളവരെ സഹായിക്കാനുണ്ട്, നിങ്ങൾ എന്തിന് ദൈവത്തെക്കുറിച്ച് അന്വേഷിക്കുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദൈവത്തെക്കുറിച്ച് ഉണ്ടെന്നോ ഇല്ലെന്നോ അദ്ദേഹം പറയാൻ വേണ്ടി തയ്യാറായില്ല. എന്തുകൊണ്ടാണ്? ബുദ്ധ റിഗാർഡഡ് ദ സോഷ്യൽ വേൾഡ് ആസ് ദി ക്രിയേഷൻ ഓഫ് ഹ്യൂമൻ ബീയിങ്സ് റാദർ ദാൻ ഓഫ് ഡിവൈൻ ഒറിജിൻ. ഈ സാമൂഹ്യ ലോകം സൃഷ്ടിച്ചിട്ടുള്ളത് ദൈവമാണ്. ഈ സാമൂഹ്യ ലോകം സൃഷ്ടിച്ചിട്ടുള്ളത് മനുഷ്യനാണ്, അല്ലാണ്ട് ഡിവൈൻ ഒറിജിൻ അല്ല. അതായത് ദൈവമല്ല ഈ സാമൂഹ്യ ലോകം സൃഷ്ടിച്ചിട്ടുള്ളത്, മനുഷ്യനാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഈ സാമൂഹ്യ ലോകം മനുഷ്യനാണ് സൃഷ്ടിച്ചിട്ടുള്ളത് കൊണ്ട് ഈ സാമൂഹ്യ ലോകത്ത് ഉള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കേണ്ടത് മനുഷ്യനാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ചിന്ത. അപ്പം അദ്ദേഹം പറയുന്നത്, ഈ സാമൂഹ്യ ലോകം സൃഷ്ടിച്ചത് നമ്മളായതുകൊണ്ട് ഈ സാമൂഹ്യ ലോകത്ത് മാറ്റങ്ങൾ വരുത്തേണ്ടത് നമ്മളാണ്, ഡിവൈൻ ഒറിജിൻ അല്ല, ദൈവദത്തമായിട്ടല്ല ഈ സാമൂഹിക ലോകം ഉണ്ടായത്, മനുഷ്യൻ സൃഷ്ടിച്ചതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് മനുഷ്യൻ തന്നെയാണ്. ബുദ്ധിസം ആക്സെപ്റ്റഡ് തിയറി ഓഫ് കർമ്മ. കർമ്മത്തിന് ബുദ്ധമതം വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു. ബുദ്ധിസം ഓൾസോ ലേഡ് ഇമ്പോർട്ടൻസ് ഓൺ അഹിംസ. കർമ്മത്തിനും അഹിംസക്കും വലിയ പ്രാധാന്യം കൊടുത്ത ഒരു ചിന്തയായിരുന്നു അല്ലെങ്കിൽ മതമായിരുന്നു ബുദ്ധമതം. ബുദ്ധ എംഫസൈസ്ഡ് ഇൻഡിവിജ്വൽ ഏജൻസി ടു അറ്റൈൻ സെൽഫ് റിയലൈസേഷൻ ആൻഡ് നിർവാണ. ഹിസ് ലാസ്റ്റ് വേർഡ് ടു ഹിസ് ഫോളോവേഴ്സ് വേർ, ബി ലാംസ് അൺടു യുവർസെൽവ്സ് ആസ് ഓൾ ഓഫ് യു മസ്റ്റ് വർക്ക് ഔട്ട് യുവർ ഓൺ ലിബറേഷൻ. ശ്രീബുദ്ധൻ വ്യക്തിപരമായ കർമ്മത്തിനാണ് പ്രാധാന്യം കൊടുത്തത്. ആത്മവിമുക്തിക്കായിട്ട് ഓരോരുത്തരും പ്രവർത്തിക്കണം.
അങ്ങനെ മാത്രമേ നിർവ്വാണം പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ, നിബ്ബന നേടാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി ഓരോരുത്തരും നല്ല കർമ്മങ്ങൾ ചെയ്യണം. അദ്ദേഹത്തിൻ്റെ അവസാന വാക്കുകൾ ആത്മവിമുക്തിക്കായി നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന കർമ്മം നിങ്ങളെ തന്നെ പ്രകാശമാനമാക്കുന്നു എന്നാണ്. ബി ലാംസ് unto yourselves as all of you must work out your own liberation എന്നായിരുന്നു. നമുക്ക് ബുദ്ധമത ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ബുദ്ധമത ഗ്രന്ഥങ്ങളെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിന് ത്രിപീഡകങ്ങൾ എന്നാണ്. 3 ബാസ്ക്കറ്റുകൾ, 3 ബാസ്ക്കറ്റ്സ്. ഫസ്റ്റ് വൺ വിനയ പീഡക, സെക്കൻഡ് സുത്ത പീഡക, അഭിധമ്മ പീഡക. 3ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. വിനയപീഡകം, സുത്തപീഡകം, അഭിധമ്മ പീഡകം. വിനയപീഡകം എന്ന് പറഞ്ഞാൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് സംഘത്തിൻ്റെ നിയമങ്ങളും ചട്ടങ്ങളൊക്കെയാണ്. സുത്തപീഡകം എന്ന് പറയുന്നത് ബുദ്ധാസ് ടീച്ചിങ്, ബുദ്ധൻ്റെ തത്വങ്ങളാണ്. ഈ സുത്തപീഡകത്തിൽ നിന്നാണ് ബുദ്ധൻ്റെ ആശയങ്ങൾ നമുക്ക് ലഭിക്കുന്നത്, കഥാരൂപത്തിലൊക്കെയാണ്. അഭിധമ്മ പീഡക, മൂന്നാമത്തത് അഭിധമ്മ പീഡക ആണ്. ഫിലോസഫിക്കൽ മാറ്റേഴ്സാണ് ചർച്ച ചെയ്യുന്നത്. ദാർശനികമായിട്ടുള്ള ഒരു ചിന്തയാണ് അഭിധമ്മ പീഡക. അപ്പം 3 ബുദ്ധമത ഗ്രന്ഥങ്ങൾ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. വിനയപീഡക, സുത്തപീഡക, അഭിധമ്മ പീഡക. ഈ സുത്തപീഡകത്തിലാണ് ഒരുപാട് കഥകളുള്ളത്. ആ കഥയിൽ നിന്നാണ് നമുക്ക് ബുദ്ധമതത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതിലൊരു കഥയുണ്ട്, നമ്മുടെ ടെസ്റ്റിൽ പറയുന്നുണ്ട്, തേരീഗാഥ. ഈ തേരീഗാഥയിൽ ഒരു പുന്ന എന്നുള്ള ഒരു ദാസി അല്ലെങ്കിൽ സ്ലേവ്സ്, അടിമ എന്ന് വേണ്ടി പറയാം, തൻ്റെ യജമാനു വേണ്ടിയിട്ട് അതിരാവിലെ, തണുത്ത് വരക്കുന്ന അതിരാവിലെ അവർ നദിയിൽ പോയി വെള്ളം കോരുമായിരുന്നു. അങ്ങനെ നദിയിൽ അതിരാവിലെ നല്ല തണുത്ത് വിറക്കുന്ന ആ സമയത്ത് നദിയിൽ വെള്ളം കോരാൻ പോകുമ്പോൾ പുന്ന എന്ന സ്ത്രീ കാണുന്നത് ഈ വെള്ളത്തിൽ ഇറങ്ങി നിന്നുകൊണ്ട് റിച്വൽ ബാത്ത് നടത്തുന്ന ബ്രാഹ്മണനെയാണ്. അപ്പോൾ ബ്രാഹ്മണനോട് പറയുന്നു, അല്ലയോ ബ്രാഹ്മണ, ഞാനിങ്ങനെ വെള്ളം കോരാൻ രാവിലെ ഈ തണുത്ത് വിറച്ച് വരുന്നത് എൻ്റെ യജമാനനെ ഭയന്നിട്ടാണ്. താങ്കൾ എന്തിനാണ് ഈ അതിരാവിലെ ഈ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറയുകയാണ്, എൻ്റെ പാപങ്ങളെയൊക്കെ ഈ വെള്ളത്തിൽ അതിരാവിലെ കഴുകിക്കളയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അങ്ങനെ എനിക്ക് സ്വർഗത്തിലെത്താൻ വേണ്ടി സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ പുന്ന എന്ന സ്ത്രീ ഇതിന് മറുപടി പറയുന്നത്, അല്ലയോ ബ്രാഹ്മണ, ഈ ജലത്തിൽ ജീവിക്കുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ ഈ ജലത്തിൽ ജീവിക്കുന്ന തവളയും ആമയും നീർക്കോലിയും ഒക്കെ സ്വർഗത്തിലെത്തുമോ? നിങ്ങൾ ഈ പരിപാടി മതിയാക്കൂ. നിങ്ങളുടെ ചർമ്മമെല്ലാം ഈ തണുപ്പിൽ ആകെ കേടായിപ്പോവും. നിങ്ങളുടെ ചർമ്മമൊക്കെ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് നിങ്ങൾ ഈ വെള്ളത്തിൽ നിന്ന് ഇരുന്ന് ഈ പ്രാർത്ഥിക്കുന്ന പരിപാടി ഒഴിവാക്കൂ എന്നാണ് പറയുന്നത്. അപ്പോൾ പുന്ന എന്നുള്ള സ്ത്രീ സംസാരിക്കുന്നതാണ് തേരീഗാഥയിൽ പറയുന്നത്. അപ്പം നമ്മൾ ചെയ്യുന്ന പല പ്രവൃത്തിയും ബുദ്ധൻ്റെ കാലത്ത് അല്ലെങ്കിൽ ബുദ്ധമതം അംഗീകരിച്ചിരുന്നില്ല ഇത്തരം പ്രാർത്ഥനകൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, വർഷങ്ങൾ കഴിഞ്ഞു പോയപ്പോൾ ബുദ്ധമതത്തിൽ ഇത്തരത്തിലുള്ള പ്രാർത്ഥനകളും കർമ്മങ്ങളൊക്കെ വന്നുകൂടി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് തേരീഗാഥയിലുള്ള പുന്ന എന്ന സ്ത്രീ ബ്രാഹ്മണനും തമ്മിലുള്ള ഒരു സംസാരത്തെയാണ് നമുക്കിതിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ത്രിപീഡകങ്ങൾ, വിനയപീഡക, സുത്തപീഡക, അഭിധമ്മ പീഡക. ഇതുകൂടാണ്ട് ശ്രീലങ്കയിൽ ശ്രീബുദ്ധനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ബുദ്ധമതവുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങളുണ്ട്. മഹാവംശവും ദീപവംശം റീജിയണൽ ഹിസ്റ്ററിയാണ്. ബുദ്ധമതത്തിൻ്റെ റീജിയണൽ ഹിസ്റ്ററിയാണ് ദീപവംശം മഹാവംശം. ഫോളോവേഴ്സ് ഓഫ് ദ ബുദ്ധൻ്റെ അനുയായികളെ കുറിച്ച് നമുക്ക് പഠിക്കാം. സംഘ. ബുദ്ധ ഫൗണ്ടഡ് എ സംഘ, an organization of monks. They were the teachers of Dharma. They led simple life. They were known as bhikshu. Women were also permitted to join Sangha. Separate Sangha were organized for women. They were called the bhikshuni. Respected or those who attained salvation were called theris. ശ്രീബുദ്ധൻ സംഘം രൂപീകരിച്ചിരുന്നു. ഈ സംഘം രൂപീകരിച്ചത് കൂടിയാണ് ഈ ബുദ്ധമതം പ്രചരിപ്പിക്കപ്പെട്ടത്. ഈ ധർമ്മം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ സംഘം രൂപീകരിച്ചത്.
അവർ വളരെ സിമ്പിളായിട്ട് ലളിതമായിട്ടുള്ള ജീവിതമായിരുന്നു നയിച്ചിരുന്നത്. ഭിക്ഷു എന്നാണ് അവർ അറിയപ്പെട്ടത്. സ്ത്രീകളെയും ഈ സംഘത്തിൽ ചേർത്തിരുന്നു. ആദ്യം പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുള്ള സംഘമായിരുന്നു രൂപീകരിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്ത്രീകളും ആവശ്യപ്പെട്ടു ഞങ്ങൾക്കും ഒരു സംഘം രൂപീകരിക്കണം. അപ്പോൾ പല സന്യാസിമാരും ഇത് എതിർത്തു. സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സംഘം രൂപീകരിച്ചാൽ ബുദ്ധമതം തകർന്നു പോകും എന്നൊക്കെയാണ് അവർ അവകാശപ്പെട്ടത്. പക്ഷേ ശ്രീബുദ്ധൻ അവസാനം പറഞ്ഞു, സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും സംഘം രൂപീകരിക്കണം. സ്ത്രീകൾക്ക് വേണ്ടി ഒരു സംഘം രൂപീകരിച്ചതുകൊണ്ട് ബുദ്ധമതം തകർന്നു പോകുന്നുണ്ടെങ്കിൽ തകർന്നു പോയിക്കോട്ടെ. എന്താണ് ഇതിന്ന് കാണിക്കുന്നത്? സ്ത്രീ പുരുഷ സമത്വം ശ്രീബുദ്ധൻ ഉയർത്തിപ്പിടിച്ചിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കേണ്ടത്. അപ്പോൾ സ്ത്രീകൾക്കും സംഘത്തിൽ ചേരാൻ വേണ്ടി സാധിക്കുമായിരുന്നു. അവർക്ക് സെപ്പറേറ്റ് സംഘം ഉണ്ടായിരുന്നു, ഭിക്ഷുണികൾ എന്നാണ് പറയുന്നത്. ഇതിൽ ഏറ്റവും റെസ്പെക്റ്റഡും അല്ലെങ്കിൽ ലിബറേഷൻ സാൽവേഷൻ നേടുന്നവരെ തേരീസ് എന്നാണ് അറിയപ്പെടുന്നത്. The members of Sangha came from many social groups. They included kings, wealthy men and Gahapadis and also workers, craftsmen and slaves. ഈ സംഘത്തിൽ എല്ലാ സാമൂഹ്യ വിഭാഗത്തിലുള്ളവരെയും സ്വീകരിച്ചു ഇരുന്നു എന്നുള്ളതാണ്. ജാതി അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമായിരുന്നില്ല. ഏതൊക്കെ രാജാക്കന്മാരുണ്ട്, സമ്പന്നരുണ്ടായിരുന്നു, അതുപോലെ തന്നെ തൊഴിലാളികളുണ്ടായിരുന്നു, കരകൗശല വിദഗ്ധന്മാരുണ്ടായിരുന്നു, അടിമകൾ പോലും ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം. സംഘ വാസ് ഓർഗനൈസ്ഡ് ഓൺ ഡെമോക്രാറ്റിക് ലൈൻസ്. ജനാധിപത്യ രീതിയിലായിരുന്നു ഈ സംഘം രൂപീകരിച്ചിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് സംഘം ശരിക്കും ബുദ്ധമത പ്രചാരണത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ സംഘം എന്ന് നമ്മൾ ഓർക്കാം. സ്പ്രെഡ് ഓഫ് ബുദ്ധിസം. ബുദ്ധമതം ഇവിടെയൊക്കെ പ്രചരിച്ചു. Buddhism spread rapidly through India and foreign countries. It spread to foreign countries like China, Japan, Burma, Ceylon, Mongolia and Tibet. Reason for spread. Buddhism gave importance to conduct and values. It ignored caste. It emphasis on metta, fellow feelings and karma. ബുദ്ധമതം വളരെ പെട്ടെന്ന് തന്നെ ഇന്ത്യയിലാകെ വ്യാപിച്ചു. മാത്രമല്ല അയൽ രാജ്യങ്ങളിലേക്കും വ്യാപിച്ചു. ചൈന, ജപ്പാൻ, ബർമ, സിലോൺ, മംഗോളിയ, ടിബറ്റ് ഇവിടെയൊക്കെ ബുദ്ധമതം വ്യാപിച്ചു. ഇന്നും ഈ രാജ്യങ്ങളിലൊക്കെ ബുദ്ധമതം വളരെ പ്രബലമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ വ്യാപിച്ചിട്ടുള്ളത്? ബുദ്ധിസം ഗേവ് ഇമ്പോർട്ടൻസ് ടു കോണ്ടക്ട് ആൻഡ് വാല്യൂസ്. പെരുമാറ്റത്തിനും മൂല്യങ്ങൾക്കുമാണ് ബുദ്ധമതം പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഇറ്റ് ഇഗ്നറഡ് കാസ്റ്റ്. ജാതി സമ്പ്രദായത്തെ തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ്. ഇറ്റ് എംഫസൈസ് ഓൺ മേധ, ഫെലോ ഫീലിംഗ്. സഹാനുഭൂതിക്ക്, കാരുണ്യത്തിനാണ് വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ കാരണം കൊണ്ട് തന്നെയാണ് ബുദ്ധമതം വളരെയധികം പെട്ടെന്ന് തന്നെ ലോകത്തെമ്പാടും വ്യാപിച്ചത്. എന്താണ് ചൈത്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് പരിശോധിക്കാം. ചൈത്യാസ്. People believed certain places as sacred. They constructed small shrines there. These were called chaityas. The word derived from chida means funerary mound. ജനങ്ങൾ ചില സ്ഥലങ്ങളെ വിശുദ്ധ സ്ഥലങ്ങളായിട്ടാണ് കരുതിയിരുന്നത്. ഈ വിശുദ്ധ സ്ഥലത്ത് ചെറിയ ഷറൈനുകൾ, ആരാധന കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു. ഇതിനെയാണ് ചൈത്യങ്ങൾ എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട ചൈത്യങ്ങൾ ബുദ്ധന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. മെനി ചൈത്യാസ് അസോസിയേറ്റഡ് വിത്ത് ദി ബുദ്ധാസ് ലൈഫ്. ലുംബിനി, ബോധ്ഗയ, സാരാനാഥ്, കുശിനഗർ. ദീസ് പ്ലേസ് വെയർ gradually regarded as sacred. ബുദ്ധന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഈ സ്ഥലങ്ങളൊക്കെ ക്രമേണ വിശുദ്ധ സ്ഥലങ്ങളായി, ചൈത്യങ്ങളൊക്കെയായി മാറുന്നുണ്ട്. 4 sacred places. ബുദ്ധമതത്തിന്റെ 4 വിശുദ്ധ സ്ഥലങ്ങൾ. ലുംബിനി, the place where Buddha was born. Bodhgaya, where he attained enlightenment. Saranath, delivered his first speech.
ഫസ്റ്റ് സെർമൺ. കുശിനഗർ അറ്റൈൻഡ് നിബ്ബന. ഇതാണ് 4 ബുദ്ധമതവുമായി ബന്ധപ്പെട്ട പ്രധാന വിശുദ്ധ കേന്ദ്രങ്ങൾ. ലുംബിനി അദ്ദേഹം ജനിച്ച സ്ഥലമാണ്. ബോധ്ഗയ അദ്ദേഹത്തിന് ബോധോദയം ലഭിച്ച സ്ഥലമാണ്. സാരാനാഥ് അദ്ദേഹം ആദ്യമായി സംസാരിക്കുന്നത്, സ്പീച്ച് ചെയ്യുന്നത്, അത് ആദ്യമായി പ്രബോധനം നടത്തുന്ന സ്ഥലമാണ് സാരാനാഥ്. കുശിനഗർ അദ്ദേഹം നിബ്ബനം അല്ലെങ്കിൽ നിർവ്വാണം പ്രാപിച്ച, അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞ സ്ഥലമാണ്. ഇതാണ് 4 പ്രധാനപ്പെട്ട ബുദ്ധമത കേന്ദ്രങ്ങൾ. വിഹാരാസ്, അതുപോലെ ചൈത്യം എന്ന് പറയുന്ന പോലെ തന്നെ വിഹാരങ്ങൾ. എന്താണ് വിഹാരങ്ങൾ? വിഹാരാസ്, റെസിഡൻസ് ഓഫ് മങ്സ് വെയർ കോൾഡ് വിഹാരാസ്. സന്യാസികൾ താമസിക്കുന്ന കേന്ദ്രങ്ങളെയാണ് വിഹാരങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പൊ ചൈത്യം എന്താണ് നമ്മൾ പഠിച്ചു, വിഹാരം എന്താണെന്ന് നമ്മൾ പഠിച്ചു. വിഹാരം എന്ന് പറഞ്ഞാൽ റെസിഡൻസ് ഓഫ് മങ്സ് വെയർ കോൾഡ് വിഹാരാസ്. ഇനി സ്തൂപാസ്, സ്തൂപങ്ങൾ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യം ചൈത്യം എന്താണെന്ന് നമ്മൾ പഠിച്ചു, വിഹാരം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി മൂന്നാമത്തെ സ്തൂപാസ്. അപ്പൊ ബുദ്ധമതവുമായി ബന്ധപ്പെട്ട വിഹാരം, ചൈത്യം, സ്തൂപാസ്. സ്തൂപത്തിന് വലിയ പ്രാധാന്യമുണ്ട്. എന്താണ് നമുക്ക് പരിശോധിക്കാം. The stupas regarded as sacred places. The stupas were mound. Relics of Buddha were buried here. എന്താണ് സ്തൂപം എന്ന് പറയുന്നത്? സ്തൂപം എന്ന് പറയുന്നത് വിശുദ്ധ സ്ഥലമാണ്. The stupas were mount. സ്തൂപം എന്ന് പറയുന്നത് ഒരു കുന്നാണ്, ഒരു മേടായിട്ട് നമുക്ക് കരുതാം. Relics of Buddha were buried here. ബുദ്ധന്റെ എന്തെങ്കിലും അവശിഷ്ടങ്ങൾ, ഭൗതിക അവശിഷ്ടം എന്തെങ്കിലും ഒന്ന് സൂക്ഷിക്കുന്ന സ്ഥലമായിരിക്കും. ശ്രീബുദ്ധന്റെ ഒന്നെങ്കിൽ ഒരു പല്ലായിരിക്കാം, അല്ലെങ്കിൽ ഒരു മുടിയായിരിക്കാം. എന്തെങ്കിലും ശ്രീബുദ്ധന്റെ ഭൗതിക അവശിഷ്ടങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് സ്തൂപങ്ങൾ എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കണം. ബിൽഡ് വിത്ത് സ്റ്റോൺ ഓർ ബ്രിക്സ്. ഇത് നിർമ്മിച്ചിട്ടുള്ളത് ഒന്നുകിൽ കല്ലുകൾ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇഷ്ടിക കൊണ്ടായിരിക്കും. The Emperor Ashoka built a number of stupas in various parts of India. ഇന്ത്യയുടെ പല ഭാഗത്തും ഈ സ്തൂപങ്ങൾ സ്ഥാപിച്ച ഒരു ചക്രവർത്തിയാണ് അശോകൻ. അക്കോർഡിംഗ് ടു എ ബുദ്ധിസ്റ്റ് ടെക്സ്റ്റ് നോൺ ആസ് അശോകവദന. അശോകവദന എന്ന് പറയുന്ന ഒരു ബുദ്ധമത ഗ്രന്ഥത്തിൽ പറയുന്നത്, അശോക ഡിസ്ട്രിബ്യൂട്ടഡ് പോർഷൻസ് ഓഫ് ദി ബുദ്ധാസ് റിലീക്സ് ടു എ വെരി ഇമ്പോർട്ടന്റ് ടൗൺ ആൻഡ് ഓർഡേർഡ് ദ കൺസ്ട്രക്ഷൻ ഓഫ് സ്തൂപാസ് ഓവർ ദം. ശ്രീബുദ്ധൻ അശോകവദന എന്ന് പറയുന്ന ബുദ്ധമത ഗ്രന്ഥത്തിൽ അശോകനെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം അശോകന്റെ ഭൗതിക അവശിഷ്ടങ്ങൾ പല പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്കും വിതരണം കൊടുക്കുകയും ചെയ്തു. അവിടെ സ്തൂപങ്ങൾ പണിയാൻ ആവശ്യപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട സ്തൂപങ്ങൾ നമ്മൾ നോക്കാം. ബർഹൂട്ട്, സാഞ്ചി, സാരാനാഥ്. 3 പ്രധാനപ്പെട്ട സ്തൂപങ്ങളാണ് ബർഹൂട്ട്, സാഞ്ചി, സാരാനാഥ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്തൂപങ്ങൾ. ഹു ബിൽഡ് സ്തൂപാസ്? ഈ സ്തൂപങ്ങൾ ആരായിരുന്നു നിർമ്മിച്ചിരുന്നത്? കിങ്സ്, ഗിൽഡ്സ്, ഓർഡിനറി പീപ്പിൾ, ഭിക്ഷൂസ് ആൻഡ് ഭിക്ഷുണീസ്. സ്തൂപങ്ങൾ നിർമ്മിച്ചത് രാജാക്കന്മാര്, ഗിൽഡ് എന്ന് പറഞ്ഞാൽ തൊഴിൽ സംഘങ്ങൾ, സാധാരണ ജനങ്ങൾ, ഓർഡിനറി പീപ്പിൾ, ഭിക്ഷൂസ് ആൻഡ് ഭിക്ഷുണീസ്, ഭിക്ഷുക്കൾ, ഇവരൊക്കെയാണ് ഈ സ്തൂപങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത്. ദ സ്ട്രക്ചർ ഓഫ് സ്തൂപാസ്. സ്തൂപത്തിന്റെ ഘടന എങ്ങനെയാണെന്ന് നോക്കാം. സ്തൂപ ഈസ് എ സാൻസ്ക്രിറ്റ് വേർഡ്. ഇറ്റ് മീൻസ് എ ഹീപ്പ് ഓർ മൗണ്ട്. ഇൻ ദ ബിഗിനിങ് സ്തൂപാസ് വെർ സിമ്പിൾ സെമി സർക്കുലർ മൗണ്ട്. ഇറ്റ് ഈസ് കോൾഡ് അണ്ട. സ്തൂപം എന്ന് സംസ്കൃതത്തിൽ പറഞ്ഞാൽ ഒരു കൂമ്പാരം, ഒരു മൺമേട് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ഇൻ ദി ബിഗിനിങ് സ്തൂപാസ് വെർ സിമ്പിൾ സെമി സർക്കുലർ മൗണ്ട്. ആദ്യകാലത്ത് അർദ്ധവൃത്താകൃതിയിലുള്ള ഒരു കുന്ന്, ഒരു മൺമേട് മാത്രമായിരുന്നു ഈ സ്തൂപങ്ങൾ. ഇറ്റ് ഈസ് കോൾഡ് അണ്ട. ഇതിനെ അണ്ട എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഒരു വാക്ക് നമ്മൾ പഠിച്ചു, സ്തൂപവുമായി ബന്ധപ്പെട്ട ഒരു വാക്ക് പഠിച്ചു, അണ്ട. ഇറ്റ് ഈസ് കോൾഡ് അണ്ട. ഗ്രാജുവലി ഇറ്റ് ബിക്കെയിം കോംപ്ലക്സ് സ്ട്രക്ചർ. It began to construct in square and round shapes.
പക്ഷെ ക്രമേണ ഈ മൺമേട് എന്ന് പറയുന്ന ഒരു സങ്കീർണമായിട്ടുള്ള ഒരു ഘടനയാക്കി മാറ്റാൻ തുടങ്ങി. ഇറ്റ് ബിഗാൻ ടു കൺസ്ട്രക്ട് ഇൻ സ്ക്വയർ ആൻഡ് റൗണ്ട് ഷേപ്പ്. സമചതുരത്തിലും അതുപോലെ തന്നെ വൃത്താകൃതിയിലൊക്കെ നിർമ്മിക്കാൻ വേണ്ടി തുടങ്ങി. എബോ അണ്ട എ ബാൽക്കണി ലൈക്ക് സ്ട്രക്ചർ വാസ് ബിൽഡ്. ഇറ്റ് വാസ് കോൾഡ് ഹാർമിക. നമ്മൾ ആദ്യം പറഞ്ഞു അണ്ട നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എബോ അണ്ട, ഈ അണ്ട എന്ന് പറയുന്ന സ്ട്രക്ചറിന്റെ മുകളിൽ എ ബാൽക്കണി ലൈക്ക് സ്ട്രക്ചർ വാസ് ബിൽഡ്. ബാൽക്കണി പോലെയുള്ള ഒരു നിർമ്മിതി ഉണ്ടാക്കി. ഇറ്റ് വാസ് കോൾഡ് ഹാർമിക. അണ്ട എന്ന് പറയുന്ന സ്ട്രക്ചറിന്റെ മുകളിലുള്ളതാണ് ഹാർമിക. അപ്പൊ രണ്ടാമത്തെ വാക്ക് നമ്മൾ പറഞ്ഞു ഹാർമിക. എറേസിംഗ് ഫ്രം ദി ഹാർമിക എ മസ്റ്റ് കോൾഡ് യാസ്റ്റി. ഈ ഹർമികയ്ക്ക് മുകളിൽ നിന്ന് ഉയർത്തിക്കൊണ്ട് ഒരു കുട്ടിമരം ഉണ്ടായിരുന്നു. മസ്റ്റ് കോൾഡ് യാസ്റ്റി. യാസ്റ്റി എന്നാണ് ഇതിന് പറയുന്നത്. മൂന്നാമത്തെ വാക്ക് പഠിച്ചു അണ്ട ഒന്ന്, രണ്ടാമത്തെ ഹാർമിക, മൂന്നാമത്തെ യാസ്റ്റി. ഇറ്റ് വാസ് surmounted by a chhatri or ambala. It was surmounted by a chhatri or ambala. അതിനൊരു കുട രൂപത്തിൽ, അതിൻ്റെ ചുറ്റും കുട രൂപത്തിലുള്ള നിർമ്മിതി ഉണ്ടായിരുന്നു. അതിൻ്റെ ഛത്രി എന്നാണ് പറയുന്നത്, അംബർല എന്നാണ് പറയുന്നത്. There was a wall around it. ഇതിന് ചുറ്റും, ഈ നിർമ്മിതിക്ക് ചുറ്റുമായിട്ടൊരു മതിലുണ്ടായിരുന്നു. ഈ സ്തൂപത്തിന് ചുറ്റും ഒരു മതിലുണ്ടായിരുന്നു. ഇറ്റ് ഈസ് സെപ്പറേറ്റഡ് ദി സാക്രഡ് പ്ലേസ് ഫ്രം ദി മെറ്റീരിയൽ വേൾഡ്. ഇറ്റ് സെപ്പറേറ്റഡ് ദ സാക്രഡ് സ്പേസ് ഫ്രം ദി മെറ്റീരിയൽ വേൾഡ്. ഈ ഭൗതിക ലോകത്ത് നിന്ന് ഈ പരിശുദ്ധ സ്ഥലത്തെ വേർതിരിക്കാൻ വേണ്ടി ഒരു മതിലും അവർ നിർമ്മിച്ചിരുന്നു. ഒരിക്കൽ കൂടി നമുക്ക് പറയാം, സ്തൂപ മീൻസ് എ ഹീപ്പ് ഓർ മൗണ്ട്. സ്തൂപം എന്ന് പറയുന്ന ഒരു കൂമ്പാരം, മൺകൂട്, മൺമേട് എന്നാണ് പറയുന്നത്. സിമ്പിളായിരുന്നു, പിന്നീട് കോംപ്ലക്സ് ആയി മാറി, സങ്കീർണമായി മാറി. ഇറ്റ് ബിഗൻ ടു കൺസ്ട്രക്ട് ഇൻ സ്ക്വയർ ആൻഡ് റൗണ്ട് ഷേപ്പിലൊക്കെ നിർമ്മിക്കാൻ വേണ്ടി തുടങ്ങി. എബോ അണ്ട എ ബാൽക്കണി. അണ്ട എന്ന് പറയുന്നതിന് മുന്നേ ഒരു ബാൽക്കണി നിർമ്മിച്ചു. ലേക്ക് സ്ട്രക്ചർ, ബാൽക്കണി ലേക്ക് സ്ട്രക്ചർ വാസ് ബിൽഡ്. ഇറ്റ് വാസ് കോൾഡ് ഹാർമിക. ഇതിനെ ഹർമിക എന്ന് പറയുന്നു. റൈസിംഗ് ഫ്രം ഹർമിക എ മാസ്റ്റ് കോൾഡ് യാസ്റ്റി എന്ന് പറയുന്നു. ഇറ്റ് വാസ് സർമൗണ്ടഡ് ബൈ എ ഛാത്രി ഓർ അംബർല. ഒരു അംബർല അതിന് ഉണ്ട്, അതിന് ചുറ്റും ഒരു അംബർലയുണ്ട്. ദർ വാസ് എ വാൾ അറൗണ്ട് ദ സ്തൂപാസ്. ഇറ്റ് സെപ്പറേറ്റഡ് ദി സാക്രഡ് സ്പേസ് ഫ്രം ദി മെറ്റീരിയൽ വേൾഡ്. ചുറ്റും ഒരു മതിലുണ്ട്. ഈ ഭൗതിക ലോകത്ത് നിന്ന് ഈ പരിശുദ്ധ സ്ഥലത്ത് വേർതിരിക്കാൻ വേണ്ടി ഒരു മതിലും നിർമ്മിച്ചിട്ടുണ്ട്. ഇതാണ് സ്തൂപത്തിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഡിസ്കവറിംഗ് സ്തൂപാസ്. സ്തൂപത്തെ കണ്ടെത്തൽ. പല സ്തൂപങ്ങളും പിന്നീട് വിസ്മരിക്കപ്പെടുകയും ബുദ്ധമത ക്ഷയിച്ചതോടുകൂടി ഈ സ്തൂപങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിലും ഉണ്ടായിരുന്നു. ഇതൊക്കെ പിന്നീട് വീണ്ടും കണ്ടെത്തുകയുണ്ടായി. ഹിസ്റ്ററി ഓഫ് അമരാവതി സ്തൂപ. ഹിസ്റ്ററി ഓഫ് അമരാവതി സ്തൂപം. അമരാവതി സ്തൂപത്തിൻ്റെ ചരിത്രം നമുക്ക് പരിശോധിക്കാം. ഇൻ 1796 എ ലോക്കൽ രാജ ഓഫ് അമരാവതി യൂസ്ഡ് ദി സ്ട്രക്ചർ ഓഫ് ദി സ്തൂപാസ് ടു ബിൽഡ് എ ടെമ്പിൾ. 1796 അമരാവതിയിലെ ഒരു രാജാവ് അമരാവതി സ്തൂപത്തിലെ കല്ലുകളും ഒക്കെ എടുത്തുകൊണ്ട് മറ്റൊരു ക്ഷേത്രം പണിതു. സം ഇയേഴ്സ് ലേറ്റർ എ ബ്രിട്ടീഷ് ഓഫീസർ കോളിൻ മെക്കൻസി വിസിറ്റഡ് ദി പ്ലേസ് ആൻഡ് പ്രിപ്പയർഡ് ഡീറ്റെയിൽഡ് ഡ്രോയിങ്സ് ഓഫ് ദം. ഒരു ബ്രിട്ടീഷ് ഓഫീസർ അവിടെ വരികയും, കോളിൻ മെക്കൻസി എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഓഫീസർ അവിടെ വരികയും ഈ അമരാവതി സ്തൂപത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഡ്രോയിങ് ഒക്കെ തയ്യാറാക്കി. ഇൻ 1854 വാൾട്ടർ എലിയോട്ട് വിസിറ്റഡ് അമരാവതി. ഹി കളക്റ്റഡ് സ്കൾപ്ചേഴ്സ് ആൻഡ് ടുക്ക് ദം ടു മദ്രാസ്. 1854 വാൾട്ടർ എലിയോട്ട് അവിടെ വരികയും അമരാവതി വരികയും ആ ഓഫീസർ അമരാവതിയിലെ പ്രധാനപ്പെട്ട ശില്പങ്ങളൊക്കെ മദ്രാസിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. സം ഓഫ് ദി സ്ലാബ്സ് ഫ്രം അമരാവതി വെയർ ടേക്കൻ ടു ഡിഫറെന്റ് പ്ലേസസ്.
കൽക്കട്ട, മദ്രാസ്, ലണ്ടൻ. അമരാവതിയിലെ കുറേ സ്ലാബുകൾ, ശിലകൾ കൽക്കട്ടയിലും മദ്രാസിലും ലണ്ടനിലൊക്കെ കൊണ്ടുപോയി. ചുരുക്കി പറഞ്ഞാൽ അമരാവതി സ്തൂപത്തിൻ്റെ പ്രധാനപ്പെട്ട ശില്പങ്ങളും സ്ലാബുകളൊക്കെ അവിടെ നിന്ന് കൊണ്ടുപോയി. H.H. Cole opposed these acts and argued that original should remain where they had been found. H.H. Cole എന്ന് പറയുന്ന അദ്ദേഹം ഇത് എതിർത്തു. എവിടെയാണോ അതിൻ്റെ ഒറിജിനൽ ഉള്ളത് അവിടെ തന്നെ ആ വസ്തുക്കൾ നിലനിർത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ചുരുക്കി പറഞ്ഞാൽ അമരാവതിയിലെ സ്തൂപം നശിപ്പിക്കപ്പെട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ടാണ് നഷ്ടപ്പെടാൻ കാരണം? അത് പല പല സ്ഥലത്തേക്ക് അതിൻ്റെ ഓരോ ഭാഗങ്ങൾ കൊണ്ടുപോയി എന്നുള്ളത് തന്നെയാണ്. വൈ ഡിഡ് സാഞ്ചി സർവൈവ് വൈൽ അമരാവതി ഡിഡ് നോട്ട്? എന്നാൽ സാഞ്ചിയിലെ സ്തൂപം അതവിടെ സംരക്ഷിച്ചിട്ടുണ്ട്. അമരാവതിയിലെ സ്തൂപം സംരക്ഷിച്ചിട്ടേ ഇല്ല. എന്തുകൊണ്ടായിരിക്കും സാഞ്ചിയിലെ സ്തൂപം സംരക്ഷിച്ചിട്ടുള്ളത്? ദ റൂളേഴ്സ് ഓഫ് ഭോപ്പാൽ, ഷാജഹാൻ ബീഗൻ took wise decision to protect Sanchi Stupa. The ruler of Bhopal, Shahjahan Begum, took wise decision to protect Sanchi Stupa. ഭോപ്പാലിലെ ഭരണാധികാരിയായ ഷാജഹാൻ ബീഗം സാഞ്ചി സ്തൂപം നിലനിർത്താൻ വേണ്ടി, സംരക്ഷിക്കാൻ വേണ്ടി ബുദ്ധിപൂർവം കാര്യങ്ങൾ ചെയ്തു. ഇപ്പം ഷാജഹാൻ ബീഗമാണ് ശരിക്കും സാഞ്ചി സ്തൂപം നിലനിൽക്കാൻ കാരണമെന്ന് നമ്മൾ ഓർക്കണം. എന്താണ് അവരെടുത്ത തീരുമാനം? They provide money for the preservation of the site. ആ സൈറ്റ് നിലനിർത്താൻ വേണ്ടി അവർ ഒരുപാട് പണം ചെലവഴിച്ചു. They founded museum there. അവിടെ ഒരു മ്യൂസിയം നിർമ്മിച്ചു. സാഞ്ചി വാസ് ദി ബെസ്റ്റ് പ്രിസർവ്ഡ് മോണ്യുമെന്റ്. അതുകൊണ്ട് സാഞ്ചി ഇന്ന് നന്നായി സംരക്ഷിക്കപ്പെട്ട ഒരു സ്ഥലമാണ്. ബട്ട് സച്ച് എ മെഷേഴ്സ് നോട്ട് ടേക്കൺ ഇൻ ദി കേസ് ഓഫ് അമരാവതി. എന്നാൽ അമരാവതിയിലെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒന്നും നടന്നില്ല. അമരാവതി അതുകൊണ്ട് നശിച്ചു. അപ്പൊ സാഞ്ചി സ്തൂപം ഇന്ന് അതേ തരത്തിൽ നിലനിൽക്കുന്നതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ഭോപ്പാലിലെ ഭരണാധികാരിയായ ഷാജഹാൻ ബീഗത്തിനാണ്. നമുക്ക് അവരോട് നന്ദി പ്രകാശിപ്പിക്കും. കാരണം ഒരു പുരാവസ്തു നമ്മളൊക്കെ പഠിക്കേണ്ട ശ്രീബുദ്ധൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട സ്തൂപം അവർ നിലനിർത്തി എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. സ്കൾപ്ചർ അറ്റ് സാഞ്ചി. സാഞ്ചിയിലെ ശില്പങ്ങൾ. അപ്പം നമുക്ക് സാഞ്ചിയിൽ പോവുകയാണെങ്കിൽ, ഭോപ്പാലിനടുത്താണ് ഓർക്കണം, ഇപ്പോൾ സാഞ്ചിയിൽ പോവുകയാണെങ്കിൽ അവിടുത്തെ ശില്പങ്ങൾ എന്തൊക്കെയാണെന്ന് ഇപ്പോഴേ മനസ്സിലാക്കിയാൽ നമുക്ക് പോയാൽ അവിടെ കണ്ടു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്കൾപ്ചർ അറ്റ് സാഞ്ചി. Sculptures at Sanchi were considered beautiful and valuable. സാഞ്ചിയിലെ ശില്പങ്ങൾ വളരെ മനോഹരമായിട്ടാണ് കരുതുന്നത്. സ്റ്റോറീസ് ഇൻ സ്റ്റോൺ. കല്ലിൽ കൊത്തിയ കഥകൾ എന്ന് വേണമെങ്കിൽ പറയാം. സ്റ്റോറീസ് ഇൻ സ്റ്റോൺ. ദ സ്കൾപ്ചേഴ്സ് അറ്റ് സാഞ്ചി depict scenes from ജാതക സ്റ്റോറീസ്. ജാതക കഥകളാണ് സാഞ്ചിയിൽ കൊത്തിവെച്ചിട്ടുള്ളത്. ജാതക കഥകൾ ബുദ്ധൻ്റെ കഥകളാണ്. ബുദ്ധമതവുമായി ബന്ധപ്പെട്ട ഗ്രന്ഥമാണ് ജാതക സ്റ്റോറീസ്. ജാതക സ്റ്റോറീസ് ആണ് അവിടെ കൊത്തിവെച്ചിട്ടുള്ളത്. വൺ സീൻ ഐഡന്റിഫൈഡ് ആസ് സീൻസ് ഫ്രം ദി വേസാന്തര ജാതക. ഒരു സീൻ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ആ സീൻ വേസാന്തര ജാതക കഥയാണ് കൊത്തിവെച്ചിട്ടുള്ളത്. വേസാന്തര ജാതക കഥ. This is a story about a prince who gave away everything to Brahmana and went to live in the forest with his wife and children. അതിൽ ഒരു കഥ പറയുന്നത് ഒരു രാജകുമാരൻ, ഒരു രാജാവ് അല്ലെങ്കിൽ ഒരു രാജകുമാരൻ അദ്ദേഹത്തിന്റെ എല്ലാ സ്വത്തും ഒരു ബ്രാഹ്മണന് നൽകിക്കൊണ്ട് ഭാര്യയും കുട്ടിയും കൂട്ടി അദ്ദേഹം വനത്തിൽ പോയി താമസിക്കുന്നതായിരുന്നു. This is a story about a prince who gave away everything to Brahmana and went to live in the forest with his wife and children. അദ്ദേഹം വനത്തിൽ പോയി ജീവിക്കുന്ന ആ ഒരു കഥ അവിടെ കൊത്തിവെച്ചിട്ടുണ്ട്. സിംബൽസ് ഓഫ് വാർഷിപ്പ്. ആരാധനയുടെ പ്രതീകങ്ങൾ. ബുദ്ധമതത്തിലെ ഒരുപാട് സിംബലുകൾ അവര് ആരാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരുപാട് സിംബലുകൾ കൂടിയാണ് ശ്രീബുദ്ധനെയും ഒക്കെ പ്രതിനിധീകരിക്കുന്നത്.
എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. സിംബൽസ് ഓഫ് വർഷിപ്പ്. ദ ഇയർലി സ്കൾപ്ചർ ഡസ് നോട്ട് ഹാവ് ദ ഇമേജ് ഓഫ് ബുദ്ധ. ആദ്യകാലത്ത് ബുദ്ധന്റെ പ്രതിമകൾ ഒന്നും നിർമ്മിച്ചിരുന്നില്ല. ഇൻസ്റ്റഡ് ദേ യൂസ് സിംബൽസ്. സിംബലുകളാണ് ഉപയോഗിച്ചിരുന്നത്. ദ എംപ്റ്റി സീറ്റ്, ശൂന്യമായ ഇരിപ്പിടം എന്ന പ്രതീകം നമ്മൾ മനസ്സിലാക്കേണ്ടത് മെഡിറ്റേഷൻ ഓഫ് ദി ബുദ്ധ. ബുദ്ധന്റെ മെഡിറ്റേഷനാണ് ദ എംപ്റ്റി സീറ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ദ സ്തൂപ, സ്തൂപം കൊണ്ട് അർത്ഥമാക്കുന്നത് മഹാപരിനിബ്ബന, ലാസ്റ്റ് ഡേയ്സ് ഓഫ് ബുദ്ധ, ബുദ്ധന്റെ അവസാന കാലത്തെയാണ് ദ സ്തൂപം കൊണ്ട് അർത്ഥമാക്കുന്നത്. സ്തൂപം കൊണ്ട് അർത്ഥമാക്കുന്നത്. വീൽ, ഫസ്റ്റ് സെർമൺ. വീൽ എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആദ്യത്തെ പ്രഭാഷണമാണ്, ഫസ്റ്റ് സെർമൺ. സം സ്കൾപ്ചേഴ്സ് കനോട്ട് ബി അണ്ടർസ്റ്റുഡ് ലിറ്ററലി. എന്നാൽ ചില ശില്പങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. സിംബൽസ് ഓഫ് ട്രീ. സിംബൽസ് ഓഫ് ട്രീ, മരങ്ങളെയൊക്കെ വൃക്ഷങ്ങളെയൊക്കെ ചിത്രീകരിച്ചിട്ടുണ്ട്. ഇറ്റ് സിംബോളൈസ് ഈവന്റ് ഇൻ ദി ലൈഫ് ഓഫ് ദി ബുദ്ധ. ഒരു വൃക്ഷത്തെ ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിൽ ശ്രീബുദ്ധന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടാണ്. എന്താണ് അറ്റൈൻമെന്റ് ഓഫ് എൻലൈറ്റൻമെന്റ്, ബോധോദയം ലഭിച്ചത്. ഇപ്പോൾ ഒരു ട്രീ, ഒരു വൃക്ഷത്തെ വരച്ചിട്ട് അവിടെ ശില്പമായി ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിൽ, സാഞ്ചിയിൽ ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം ശ്രീബുദ്ധന്റെ ബോധോദയം ലഭിച്ച ആ ഈവൻസ്, ആ സംഭവത്തെ പ്രതികരിച്ചിട്ടാണ്, പ്രതീകാത്മകമായിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. ടു അണ്ടർസ്റ്റാൻഡ് these symbols, historians have to familiarize the tradition of those who produce these works of art. ഇത് മാത്രമല്ല, സാഞ്ചിയിലെ പല ശില്പങ്ങളെക്കുറിച്ച് പഠിക്കണമെങ്കിൽ ആ സാഞ്ചിയിലെ പ്രദേശത്തെ, ആ സാഞ്ചി എന്ന് പറയുന്ന പ്രദേശത്തെ പാരമ്പര്യത്തെക്കുറിച്ച് കൂടി പഠിക്കണം. കാരണം അവിടുത്തെ ജനങ്ങൾ, സാഞ്ചിയിലെ ജനങ്ങൾ അവിടെ സ്തൂപം സ്ഥാപിക്കുമ്പോൾ അവരുടെ പാരമ്പര്യത്തിനനുസരിച്ചുള്ള ശില്പങ്ങൾ അവിടെ നിർമ്മിച്ചിട്ടുണ്ടാവും. നോക്കാം. പോപ്പുലർ ട്രഡീഷൻ, പാരമ്പര്യം, ജനകീയ പാരമ്പര്യം. ഓരോ പ്രദേശത്തെ ജനകീയ പാരമ്പര്യം അവിടുത്തെ ശില്പകലയെ സ്വാധീനിച്ചിട്ടുണ്ടാവും. സം സ്കൾപ്ചേഴ്സ് അറ്റ് സാഞ്ചി വെർ നോട്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ ബുദ്ധിസ്റ്റ് ഐഡിയാസ്. സാഞ്ചിയിലെ കുറേ ശില്പങ്ങളൊന്നും ബുദ്ധമതമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തതാണ്. അത് എന്തുകൊണ്ടായിരിക്കാം? അവിടുത്തെ ജനകീയ പാരമ്പര്യവുമായി ബന്ധപ്പെട്ട് കൊണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, ബ്യൂട്ടിഫുൾ വിമൺ, ഒരു സുന്ദരിയായ സ്ത്രീ, നോൺ ആസ് ശാലബഞ്ചിക. ബ്യൂട്ടിഫുൾ വിമൺ, ശാലബഞ്ചിക. സ്വിംഗിങ് ഫ്രം ദി എഡ്ജ് ഓഫ് ദ ഗേറ്റ് വേ ഹോൾഡിംഗ് ഇൻ ടു എ ട്രീ. ഒരു മരത്തിൽ പിടിച്ചുകൊണ്ട്, മരം എന്ന് കൊണ്ട് അർത്ഥമാക്കുന്നത് ഈ ട്രീ, ഒരു ട്രീയിൽ പിടിച്ചുകൊണ്ട് കവാടത്തിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു സ്ത്രീ രൂപത്തെയാണ് ശാലബഞ്ചിക എന്ന് പറയുന്നത്. ഒരു വൃക്ഷത്തിൽ ഇങ്ങനെ പിടിച്ച് ചാഞ്ഞു നിന്നുകൊണ്ടുള്ള ഒരു ശില്പമാണ് ശാലബഞ്ചിക എന്ന് പറയുന്നത്. അപ്പൊ ഈ ശാലബഞ്ചിക എന്ന് പറഞ്ഞാൽ എന്താണ്? ശാലബഞ്ചിക വാസ് എ വിമൺ ഹൂസ് ടച്ച് കോസ്ഡ് ട്രീസ് ടു ഫ്ലവർ ആൻഡ് ബെയർ ഫ്രൂട്ട്. ഈ ശാലബഞ്ചിക ഒരു വിശ്വാസമാണ്. ശാലബഞ്ചിക എന്ന് പറയുന്ന ഈ വിമൺ, ഈ സ്ത്രീ ഇങ്ങനെ ഏതെങ്കിലും വൃക്ഷത്തിൽ തൊട്ട് കഴിഞ്ഞാൽ ആ വൃക്ഷം കായ്ക്കും, അതിൽ പുഷ്പങ്ങൾ ഉണ്ടാവും എന്നാണ്. Many people who turned into Buddhism, they enriched it with their own pre-Buddhist and even non-Buddhist beliefs, practices and ideas. ധാരാളം ജനങ്ങൾ ബുദ്ധമതത്തിലേക്ക് ചേർന്നു. ആ ബുദ്ധമതത്തിലേക്ക് ചേർന്നവർ അവരുടെ പഴയകാലത്തെ വിശ്വാസങ്ങളും ആചാരങ്ങളൊക്കെ ബുദ്ധമതത്തിലേക്ക് കൊണ്ടുവന്നു. സാഞ്ചിയിലെ ശില്പങ്ങൾ കാണിക്കുന്നത് അതാണ്. അവരുടെ പഴയ പാരമ്പര്യം അവർ ബുദ്ധമതത്തിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. മെനി അനിമൽസ് വെയർ ഓൾസോ റെപ്രസെന്റഡ് ഇൻ സ്കൾപ്ചേഴ്സ്. അനിമൽസ് ഓൾസോ യൂസ്ഡ് ആസ് എ സിംബൽസ് ഓഫ് ഹ്യൂമൻ ആട്രിബ്യൂട്ട്. സാഞ്ചിയിലെ ശില്പങ്ങളിൽ മൃഗങ്ങളെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. മൃഗങ്ങളെ ചിത്രീകരിക്കുന്നത് മനുഷ്യന്റെ കഴിവിന്റെ സിംബലായിട്ടാണ്. എലഫന്റ്, ഫോർ എക്സാമ്പിൾ എലഫന്റ്. ആനയെ ചിത്രീകരിച്ചിരിക്കുന്നത് സ്ട്രെങ്ത് ആൻഡ് വിസ്ഡം.
Another motif is that of women surrounded by lotus and elephant. Historians identified it as Maya, the mother of Buddha. മറ്റൊരു ശില്പത്തിൽ ഒരു സ്ത്രീയുടെ ചുറ്റും ലോട്ടസും അതുപോലെ തന്നെ എലഫൻറ്റിനൊക്കെയാണ് ചിത്രീകരിച്ചിട്ടുള്ളത്, ആനയൊക്കെയാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. ചരിത്രകാരന്മാർ പറയുന്നത് ഇത് ശ്രീബുദ്ധൻ്റെ മാതാവിനെ ചിത്രീകരിച്ചതാണ് എന്നാണ്. അതർ ഐഡൻറ്റിഫൈഡ് ഇറ്റ് ആസ് ഗോഡസ് ഗജലക്ഷ്മി. എന്നാൽ കുറച്ച് ചരിത്രകാരന്മാർ പറയുന്നത് ഇത് ഗജലക്ഷ്മിയുടെ ചിത്രീകരണമാണ് എന്നാണ്. ഗോഡസ് ഓഫ് ഗുഡ് ഫോർച്യൂൺ. ഗജലക്ഷ്മി മീൻസ് ഗോഡസ് ഓഫ് ഗുഡ് ഫോർച്യൂൺ, അല്ലെങ്കിൽ ഭാഗ്യദേവതയുടെ ചിത്രീകരണമാണ് ഇത് എന്നാണ്. ദ ഫിഗർ ഓഫ് സെർപ്പൻറ്റ് ഈസ് ഫൗണ്ട് അറ്റ് സാഞ്ചി. സാഞ്ചിയിലെ ശില്പങ്ങളിൽ സർപ്പത്തെയും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. സെർപ്പൻറ്റിനെ നമുക്ക് കാണാൻ വേണ്ടി. ദിസ് മോട്ടീവ്സ് സീംസ് ടു ഡിറൈവ്ഡ് ഫ്രം പോപ്പുലർ ട്രഡീഷൻ. ഇതൊക്കെ ഉണ്ടായത് ജനകീയ പാരമ്പര്യത്തിൽ നിന്നാണ്. ബുദ്ധമതവുമായിട്ട് ഇതിനൊന്നും യാതൊരു ബന്ധവുമില്ല. ജെയിംസ് ഫെർഗൂസൺ, എ മോഡേൺ ആർട്ട് ഹിസ്റ്റോറിയൻ, കൺസിഡേർഡ് സാഞ്ചി ആസ് ദി സെന്റർ ഓഫ് ട്രീ ആൻഡ് സെർപ്പന്റ് വർഷിപ്പ്. ഈ ഫെർഗൂസൺ എന്ന് ജെയിംസ് ഫെർഗൂസൺ പറയുന്നത് സാഞ്ചി മുൻപ് അത് സർപ്പങ്ങളെയും അതുപോലെ തന്നെ വൃക്ഷങ്ങളെയും ആരാധിക്കുന്ന ഒരു കേന്ദ്രമായിരുന്നു. അതുകൊണ്ട് അവിടെ സ്തൂപം സ്ഥാപിക്കുമ്പോൾ, അവിടെ പ്രതിമകൾ നിർമ്മിക്കുമ്പോൾ ഈ ശില്പങ്ങളായിട്ട് ഈ സർപ്പങ്ങളും അതുപോലെ തന്നെ വൃക്ഷങ്ങളൊക്കെ വന്നു. അപ്പം ഒരു ജനകീയ പാരമ്പര്യത്തെയാണ് അവിടെ കാണിക്കുന്നത്. ന്യൂ റിലീജിയസ് ട്രഡീഷൻ, പുതിയ മത പാരമ്പര്യം. ദ ഡെവലപ്മെന്റ് ഓഫ് മഹായാന ബുദ്ധിസം. ബുദ്ധമതം പിൽക്കാലത്ത് അഭിപ്രായ ഭിന്നതയുണ്ടായതുകൊണ്ട് രണ്ട് വിഭാഗമായി തിരിയുന്നുണ്ട്. അതിലൊരു വിഭാഗമാണ് മഹായാന ബുദ്ധിസം. ബൈ ദി ഫസ്റ്റ് സെഞ്ചുറി മെനി ചേഞ്ചസ് ഹാഡ് ടേക്കൻ ഇൻ ബുദ്ധിസ്റ്റ് ഐഡിയാസ് ആൻഡ് പ്രാക്ടീസസ്. 1-ാം നൂറ്റാണ്ടിൽ ബുദ്ധമതത്തിൽ വലിയ മാറ്റങ്ങൾ വരുന്നുണ്ട്, ആശയങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഡിഫറൻസസ് എറോസ് എമംഗ് ദി ബുദ്ധിസ്റ്റ് മങ്സ് ഓവർ ദി ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദ ടീച്ചിങ്സ് ഓഫ് ബുദ്ധ. ബുദ്ധൻ്റെ ആശയങ്ങളുടെ മുകളിൽ ഒരുപാട് ചർച്ചകൾ നടക്കുകയും അഭിപ്രായ ഭിന്നതകൾ വരികയും ചെയ്തു. ദീസ് ഡിഫറൻസസ് became acute in the fourth council held at Kashmir during the reign of Kanishka. കനിഷ്കന്റെ കാലത്ത് 4-ാം ബുദ്ധമത സമ്മേളനം കാശ്മീരിൽ വെച്ച് നടന്നു. ഇവിടെ വലിയ അഭിപ്രായ ഭിന്നതകളുണ്ടായി. അൾട്ടിമേറ്റ്ലി ലെഡ് ടു സ്പ്ലിറ്റ്. ബുദ്ധമതം രണ്ടായിട്ട് പിരിഞ്ഞു, ഹീനയാന ആൻഡ് മഹായാന. 2 മതമായിട്ട് മാറി, ഹീനയാനും മഹായാനും. ബുദ്ധമതം രണ്ടായിട്ട് സ്പ്ലിറ്റായി, ഹീനയാന, മഹായാന. ഹീനയാന മീൻസ് ദ ലെസ്സർ വെഹിക്കിൾ. ഹീനയാന മീൻസ് ലെസ്സർ വെഹിക്കിൾ, ചെറിയ ചക്രം എന്നാണ് ഹീനയാനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദേ ഫോളോവഡ് ഒറിജിനൽ ഡോക്ട്രിൻ ഓഫ് ബുദ്ധിസം. ഹീനയാനം പിന്തുടരുന്നത് ബുദ്ധന്റെ യഥാർത്ഥ ആശയങ്ങളെയാണ്. ദേ യൂസ്ഡ് പാലി ലാംഗ്വേജ്. സാധാരണക്കാരുടെ ഭാഷയായ പാലി ഭാഷയാണ് ഉപയോഗിച്ചത്. ദേ ഫോളോവഡ് ഓൾഡർ ട്രഡീഷൻ. പഴയ പാരമ്പര്യമാണ് അവർ ഫോളോ ചെയ്യുന്നത്. മഹായാനിസം ലിറ്ററലി മീൻസ് ഗ്രേറ്റ് വെഹിക്കിൾ, വലിയ ചക്രം എന്നാണ് ഇതിൻ്റെ അർത്ഥം. ദേ ഫോളോവഡ് ന്യൂ ഡോക്ട്രിൻസ്, കോഡ് ഓഫ് എത്തിക്സ്. പുതിയ ആശയങ്ങളാണ് അവർ പിന്തുടരുന്നത്. ദേ വർഷിപ്പ്ഡ് ഇമേജസ് ഓഫ് ദി ബുദ്ധ ആൻഡ് ബോധിസത്വ. ബുദ്ധൻ്റെയും ബോധിസത്വൻ്റെയും പ്രതിമകൾ ഇവർ ആരാധിക്കുന്നുണ്ട്. ദേ ഫൗണ്ട് ബുദ്ധ ആസ് എ സേവിയർ, വർഷിപ്പ്ഡ് ആസ് ഗോഡ്. അവർ ബുദ്ധനെ കാണുന്നത് ഒരു സേവിയർ ആയിട്ടാണ്, ഒരു ദൈവമായിട്ട് അവർ ബുദ്ധനെ ആരാധിക്കുന്നു. ദേ യൂസ്ഡ് സാൻസ്ക്രിറ്റ് ലാംഗ്വേജ് ടു പ്രീച്ച് ദി ടീച്ചിങ് ഓഫ് ബുദ്ധിസം. ബുദ്ധമതം പ്രചരിപ്പിക്കാൻ വേണ്ടി അവർ ഉപയോഗിച്ച ഭാഷ സംസ്കൃതമായിരുന്നു. ഗ്രോത്ത് ഓഫ് പുരാണിക് ഹിന്ദുയിസം. പൗരാണിക ഹിന്ദുമതത്തിൻ്റെ വളർച്ച. ഗ്രോത്ത് ഓഫ് പുരാണിക് ഹിന്ദുയിസം. There were 2 important traditions that developed within Puranic Hinduism. ഹിന്ദുമതത്തിലെ 2 പാരമ്പര്യങ്ങൾ ഉയർന്നു വന്നു. വൈഷ്ണവിസം, ശൈവിസം. വൈഷ്ണവിസവും ശൈവിസവും. Their principal, വൈഷ്ണവിസം, their principal deity was Vishnu. വിഷ്ണുവിനെ ആരാധിക്കുന്ന വിഭാഗത്തിലുള്ളവരെയാണ് വൈഷ്ണവർ എന്ന് പറയുന്നത്. വിഷ്ണുവിനെ ആരാധിക്കണം. ദെയർ പ്രിൻസിപ്പൽ ഡയറ്റി വാസ് വിഷ്ണു.
അവരുടെ ആരാധനാമൂർത്തി വിഷ്ണുവാണ്. ദേ ബിലീവ്ഡ് ഇൻ വേരിയസ് അവതാരാസ് ഓർ ഇൻകാർണേഷൻ ഓഫ് ലോർഡ് വിഷ്ണു. വിഷ്ണുവിന് വിവിധ അവതാരങ്ങളുണ്ടെന്ന് അവർ വിശ്വസിച്ചു. അക്കോർഡിംഗ് ടു വൈഷ്ണവിസം there are 10 അവതാരാസ് ഓഫ് വിഷ്ണു. വിഷ്ണുവിന് 10 അവതാരങ്ങളുണ്ട് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. They believed Vishnu taken അവതാര in order to save the world whenever the world was threatened by evil forces. ലോകം അപകടം നേരിടുമ്പോഴെല്ലാം വിഷ്ണു ഓരോ അവതാരങ്ങൾ സ്വീകരിച്ചു എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഡിഫറെന്റ് അവതാരാസ് പോപ്പുലർ ഇൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദി കൺട്രി. രാജ്യത്തിൻ്റെ പല ഭാഗത്തും ഈ അവതാരങ്ങളെ ആരാധിക്കുന്നുണ്ട്. വളരെ പ്രശസ്തമാണ് ഈ അവതാരങ്ങളൊക്കെ. ശൈവിസം, ശൈവന്മാർ എന്നാണ്. ശൈവ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ശിവ വാസ് റിഗാർഡഡ് ആസ് ചീഫ് ഗോഡ്. ശൈവിസത്തിലെ ശിവനാണ് പ്രധാനപ്പെട്ട ആരാധനാമൂർത്തി. ശിവ വാസ് റിഗാർഡഡ് ആസ് ചീഫ് ഗോഡ്. ശിവ വാസ് സിംബോളൈസ്ഡ് ബൈ ദ ലിംഗ. ലിംഗരൂപത്തിലാണ് ആരാധിക്കാറുള്ളത്. ഹി വാസ് ഓൾസോ റെപ്രസെന്റഡ് ഇൻ ദ ഫോം ഓഫ് ഹ്യൂമൻ ഫിഗർ. മനുഷ്യരൂപത്തിലും ആരാധിക്കാറുണ്ട്. സം ഓഫ് ദീസ് ഡയറ്റീസ് വെയർ റെപ്രസെന്റഡ് ഇൻ സ്കൾപ്ചർ. ചില പ്രതിമകളിലൊക്കെ ശില്പങ്ങളിലൊക്കെ ഈ ആരാധനാമൂർത്തിയെ ചിത്രീകരിക്കാറുണ്ട്. ഓൾ സച്ച് റെപ്രസെന്റ്സ് ഡെപിക്റ്റഡ് എ കോംപ്ലക്സ് സെറ്റ് ഓഫ് ഐഡിയാസ് അബൌട്ട് ദി ഡയറ്റീസ്. ടു അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ഓഫ് ദി സ്കൾപ്ചർ ഹിസ്റ്റോറിയൻസ് ഹാവ് ടു ബി ഫെമിലിയർ വിത്ത് പുരാണാസ്. അപ്പൊ ഇങ്ങനെ ശില്പങ്ങളിൽ കൂടി ചിത്രീകരിക്കുന്ന ശിവനെ അല്ലെങ്കിൽ ആ വിശ്വാസത്തെ മനസ്സിലാക്കണമെങ്കിൽ പുരാണത്തിൽ ചരിത്രകാരന്മാർക്ക് അറിവ് ഉണ്ടായിരിക്കണം. പുരാണാസ് കണ്ടെയ്ൻ സ്റ്റോറീസ്. അപ്പോൾ ഈ പുരാണത്തിലെ കഥകളെക്കുറിച്ച് ചരിത്രകാരന്മാർക്ക് അറിയുമെങ്കിൽ മാത്രമേ ഈ ശില്പത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി പറ്റൂ. ടെമ്പിൾ ആർക്കിടെക്ചർ, ക്ഷേത്ര നിർമ്മിതി, ടെമ്പിൾ ആർക്കിടെക്ചർ. The early temple was a small square room called the Garbhagriha. ആദ്യകാലത്ത് ഗർഭഗൃഹം എന്ന് പറയുന്ന ചെറിയ ഒരു ആരാധന കേന്ദ്രമാണ് നിർമ്മിച്ചിട്ടുള്ളത്. The early temple was a small square room called the Garbhagriha. Image installed in this room. ഇവിടെയാണ് ഇമേജ് അല്ലെങ്കിൽ ആരാധനാമൂർത്തിയെ പ്രതിഷ്ഠിക്കുന്നത് ഈ ഗർഭഗൃഹത്തിലാണ്. Gradually, a tall structure known as Shigara was built over the central shrine. ഈ ശ്രീകോവിലിന്റെ മുകളിൽ ഒരു വലിയ നിർമ്മിതി ഉണ്ടാക്കി. ഇതിനെ ശിഖര എന്നാണ് പറയുന്നത്. അപ്പോൾ ഗർഭഗൃഹം, ശിഖരം, ഗർഭഗൃഹത്തിന്റെ അല്ലെങ്കിൽ ഈ പ്രധാന ശ്രീകോവിലിന്റെ മുകളിൽ പണിയുന്ന ഉയർത്തി നിർമ്മിക്കുന്ന നിർമ്മിതിയാണ് ശിഖരം എന്ന് പറയുന്നത്. ശിഖര. ടെമ്പിൾ വാൾസ് വേർ ഓഫൻ ഡെക്കറേറ്റഡ് വിത്ത് സ്കൾപ്ചേഴ്സ്. ക്ഷേത്രത്തിൻ്റെ ഭിത്തികളിലൊക്കെ ശില്പങ്ങളെ കൊണ്ട് അലങ്കരിച്ചിരുന്നു. An amazing example of the cave temple is കൈലാസനാഥ ടെമ്പിൾ അറ്റ് യെല്ലോറ. യെല്ലോറയിലെ കൈലാസനാഥ ക്ഷേത്രമാണ് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ഒന്ന്. ഇത് മഹാരാഷ്ട്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ ഒരു ഏകദേശ ധാരണ ഈ ചാപ്റ്ററിനെ കുറിച്ച് ലഭിച്ചിട്ടുണ്ടാവും, ഈ തീമിനെ കുറിച്ച് ലഭിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങളിത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. നിങ്ങൾക്ക് ഈ ചാപ്റ്റർ പഠിക്കാൻ സാധിക്കും, ഈ ക്ലാസ്സിൽ കൂടി പഠിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ നോട്ട്സുമായിട്ട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.